നല്ല മഴയുള്ള ദിവസമായിരുന്നേ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും നല്ല മടിയുണ്ടായിരുന്നു. അവധി ദിവസങ്ങളിലൊക്കെ ഈ മഴ പെയ്യുന്നെങ്കിൽ കുറച്ച് സൗകര്യമായേനെ. കാരണം നേരത്തെ എഴുന്നേൽക്കണ്ടല്ലോ, കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും എഴുന്നേറ്റാൽ മതി, സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ നമ്മുടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ തലേ ദിവസം മറന്നാലും പിറ്റേ ദിവസം അത് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലൊരു കാര്യമാണ് ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ കുതിരാൻ വെച്ചിട്ടുണ്ട്. വിച്ചൂട്ടനും ദേവൂട്ടനും ഇന്ന് നെയ് റോസ്റ്റൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ചോറ്, ഒരു ദിവസം നെയ് റോസ്റ്റ്, അങ്ങനെയാണ് അവർക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 2 ദിവസം ചോറ് കൊടുത്തു വിട്ടാൽ അവന്മാർക്ക് 2 ദിവസം പിന്നെ നെയ് റോസ്റ്റ് വിടില്ല, അങ്ങനെ എന്തെങ്കിലും പലഹാരം കൊണ്ടുപോകണം. രാത്രിയിലൊക്കെ ഇങ്ങനെ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വലിയവർക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ, രണ്ടുപേരെയും കുറേ ട്രിപ്പ് വിളിക്കണം കേട്ടോ. 6:30 തൊട്ട് വിളിക്കും. അപ്പോഴത്തേനും ഒരു 7 മണി ആകാറാകുമ്പോഴത്തേനും എഴുന്നേൽക്കും. നേരത്തെയൊക്കെയാണ് വിച്ചൂട്ടൻ 6:30 ആകുമ്പോഴേ എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പം നല്ല തണുപ്പും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ച് ലേറ്റായിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ അമ്മ, കുറച്ച് സമയം കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പം ഞാൻ പറയും, പുറത്തുകൂടെയൊക്കെ ഒന്ന് നടക്കണമെങ്കിൽ നേരത്തെ എഴുന്നേറ്റാലേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും സമയം കിട്ടത്തില്ല, എല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറയും എന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് കുറച്ച് നേരം വെളിയിൽ കൂടെയൊക്കെ കളിച്ച് നടക്കും കേട്ടോ. ഒരു 7:30 തൊട്ട് പിന്നെ സമയം ഒട്ടും കിട്ടില്ല കേട്ടോ. 7:30 ആകുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ അവരെ ഇരുത്തും. 7:45 കഴിയാൻ നേരത്ത് ഒരു 8:15 ആകുന്ന ടൈമിൽ പിന്നെ കുളിക്കാൻ കയറും. അങ്ങനെ 8:15 വണ്ടി വരും കേട്ടോ. എന്നാലും 8 മണി 6 ഞങ്ങൾ കുളിക്കാൻ കയറുള്ളൂ. പിന്നെ പെട്ടെന്ന് ഒരുങ്ങിപ്പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ പിള്ളേരെ വിട്ടതിന് ശേഷം അമ്മ അവിടെ പാലപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് മുട്ടക്കറിയും റെഡിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുപയർ തോരൻ വെക്കണം. കുറേ ആയി ചെറുപയർ തോരൻ വെച്ചിട്ട്. മിക്ക ദിവസങ്ങളിലും വൻപയർ തോരനായിരിക്കും. അപ്പോൾ ഇന്ന് ചെറിയൊരു ചേഞ്ചിനായിട്ട് നമുക്ക് ചെറുപയർ തോരൻ വെക്കാം. ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപയർ ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെച്ചു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചു. പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ആ ചതച്ച് വെച്ചിരിക്കുന്ന ഒന്ന് വഴറ്റി അതൊന്ന് ഒരുമാതിരി നന്നായിട്ടൊക്കെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പയറും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളുടെ പയർതോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ആ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ വേറെ മസാലകൾ അങ്ങനെയൊന്നുമില്ല. വറ്റൽ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്, ഒഴുവൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മോത മീനും ഉണ്ട്. ഇതിൽ കുറച്ചൊക്കെ വറക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് കറി വെക്കണം. ഒഴുവൽ പീര വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, നമ്മളതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. മോദക്കറി ഇന്ന് നമ്മൾ വേറൊരു രീതിയിലാണ് വെക്കുന്നത്. സാധാരണ ഞാൻ മീൻകറിക്ക് മല്ലിപ്പൊടി വല്ലപ്പോഴും ഇടാറുള്ളൂ. അപ്പോൾ ഇന്ന് വെക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് മുളക് പൊടി, പിരിയ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നരച്ചെടുക്കും. അതിനുശേഷം നമ്മൾ മീൻകറിക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ ഈ ജാറിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ മുളക് പൊടിയുടെയൊക്കെ, അത് ഇതിനകത്തേക്കിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ പുളിയും ഉപ്പും കൂടെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പൊന്ന് മൂത്ത് തുടങ്ങുമ്പം ആ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച്, കരിഞ്ഞു പോകരുതല്ലോ, ആ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് അരപ്പൊക്കെ ഒന്ന് ഇളക്കി പിന്നെ നമ്മൾ ഉപ്പും പുളിയും കൂടെ സെറ്റ് ചെയ്ത് ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് ചാറാക്കി എടുക്കാം. പിന്നെ ആ ചാറ് തിളച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് മീനും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആ ചാറിന് ഒരു ഓറഞ്ച് കളറ് പോലെ കേട്ടോ. പിന്നെ കറി ആയിക്കഴിയുമ്പോൾ റെഡിലേക്ക് മാറും. ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് നല്ല കൊഴുപ്പും കാണും കേട്ടോ. നമ്മൾ തക്കാളി അരച്ച് ചേർത്തപ്പോൾ നല്ല കൊഴുപ്പല്ല, അതേപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും. ഒരു പ്രത്യേക സ്വാദാണ് ഇങ്ങനെ അരച്ചിട്ട്, പൊടികളെല്ലാം കൂടെ അരച്ചിട്ട് ഇങ്ങനെ മീൻകറി വെക്കുമ്പം. അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.